അസ്സലാമു അലൈക്കും. SR ഖലീജി കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഷെഫ് മുസൈഫ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിൻഡർ കുക്കീസുമായിട്ടാണ്. നമുക്കൊരു കിൻഡർ ചോക്ലേറ്റിൻ്റെ ഒരു കുക്കീസ് ആയാലോ? അതിന് എന്തൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്കൊന്ന് നോക്കാം. അതാണ്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ബ്രൗൺ ഷുഗറാണ്. 250 ml ഒരു കപ്പ് ബ്രൗൺ ഷുഗർ, അതേ സെയിം അളവിൽ 250 ml വൈറ്റ് ഷുഗർ ഒരു കപ്പ് എടുത്തിട്ടുള്ളത്. അടുത്തതായി ഞാൻ എടുത്തിട്ടുള്ളത് 300 ഗ്രാമിൻ്റെ ബട്ടറാണ്. ഇതാ നോക്കി, 300 ഗ്രാം. ഇത് ഒരു പീസ് 100 ഗ്രാമിൻ്റെ ബട്ടറാണ്, 100 ഗ്രാമാണ്. അപ്പോൾ 3 പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു 4 കപ്പ് മൈദയാണ്, 250 ml. പിന്നെ ഞാൻ അതിന് ആവശ്യമായ സാധനങ്ങളാണ് ചോക്ലേറ്റ് ചിപ്സും പിന്നെ കിൻഡർ ചോക്ലേറ്റ്. ഇതാ കിൻഡർ ചോക്ലേറ്റാണ്. ഇത് നമുക്കൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാനാണ് ഇത് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒന്ന് തയ്യാറാക്കാം. മെഷീനകത്തോട്ടിട്ട് നമുക്ക് ബട്ടറും പഞ്ചസാരയും എല്ലാം കൂടി ഇട്ടൊന്ന് മിക്സാക്കാം. ഓപ്പനാക്കി മെഷീനകത്തോട്ടിട്ട് അടിക്കാൻ പോവുകയാണ്. ഇതാ ബട്ടർ ഇതേമാതിരി ഓപ്പനാക്കിയിട്ട് നമുക്ക് മെഷീനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ എല്ലാം മെഷീനകത്തിട്ട് ഇട്ട് അടിക്കണം. കൈ കൊണ്ടിട്ട് അടിച്ചടിച്ചാലേ നമ്മളെ ഊപ്പാട് വരും. അതുകൊണ്ട് ഞാൻ എല്ലാം ഈസി ആയിട്ടുള്ള പണിയാണ് ചെയ്യുന്നത്. നിങ്ങൾ അതേമാതിരി ചെയ്താൽ മതി കേട്ടോ. ആദ്യം ബട്ടർ മാത്രം ഒന്നിട്ട് സോഫ്റ്റാക്കി എടുത്തതിന് ശേഷം ഷുഗർ കുറേശ്ശെ ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ അതാണ് നല്ലത് നമുക്ക് എപ്പോഴും. ഇതാ ബിസ്മില്ല. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. വൈറ്റ് ഷുഗറും ബ്രൗൺ ഷുഗറും ഒരേ സെയിം അളവിൽ തന്നെ നിങ്ങൾ എടുക്കേണ്ടിയുള്ളത്, ഒരേ സെയിം അളവിലെടുക്കണം. അതാണ് കുക്കീസ് എടുക്കേണ്ടിയുള്ള അളവ്. മുട്ട നല്ലതുപോലെ അടിഞ്ഞു വരുന്നുണ്ട്. നമുക്ക് ഈ ബേക്കിംഗ് പൗഡറും പിന്നെ ബേക്കിംഗ് സോഡയും കൂടെ ഈ മൈദയിലോട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതാ ഇതിനകത്തോട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതാ നോക്കിക്കാണി, മുട്ടയും ബട്ടറും പഞ്ചസാരയും നല്ലപോലെ ക്രീമായി കിട്ടിയിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് നമുക്ക് കുറച്ച് മൈദ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ബിസ്മില്ല. ഇതാ കുറേശ്ശെ ഇട്ട് കൊടുക്കണം. കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഇതൊന്ന് അടിച്ചെടുക്കാം നമുക്ക്. ഇതാ നോക്കി, ഇതുപോലെ ഇട്ട് കൊടുത്ത് എല്ലാം നമുക്ക് അടിച്ചെടുക്കാം. ഇതാ നോക്കിക്കാണി, മാവ് ഇവിടെ നല്ലതായിട്ട് കുക്കീസിൻ്റെ അടിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ചോക്ലേറ്റ് അതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു 100 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് ചിപ്സാണ്, 100 ഗ്രാം ബ്രൗൺ ചോക്ലേറ്റ് ചിപ്സുമാണ് എടുത്തിട്ടുള്ള. രണ്ടും കൂടി ഇതിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. രണ്ടും കൂടി അതിനകത്തോട്ടിട്ട് അടിച്ചിട്ട് നമുക്കിതൊന്നെടുക്കാം. ഇതാ കുക്കീസിൻ്റെ മാവ് ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇതാ ഒരു പാത്രത്തിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഒരു 20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അതിന് ശേഷം നമുക്കൊന്ന് കുക്കീസാക്കി എടുക്കാം. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ച കുക്കീസിൻ്റെ മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അത് നമുക്ക് ഒരു ട്രേയിലോട്ട് കുക്കീസാക്കി മാറ്റി വയ്ക്കാം. ഇതാണ്ട് ഞാൻ ഇതേമാതിരി ഒരു ഐസ്ക്രീം കോരുന്ന ഒരു സ്പൂണാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇതേമാതിരി ഒരു ട്രേ ആണ്. ഈ ട്രേയിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ഈ മാവ് ഈ സ്പൂണ് കൊണ്ട് നമുക്ക്, സ്പൂണ് കൊണ്ടായാലും കൈ കൊണ്ടായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നതെന്ന് വെച്ചാൽ ഏത് ഷേപ്പിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഇതേമാതിരിയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇതേമാതിരി ഒന്ന് കോരിയിട്ട് ഇതുകൊണ്ട് ഈ സ്പൂണിലോട്ട് കോരിയിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണം. അപ്പോൾ ചെറിയ സൈസായിട്ട് കിട്ടും. ദാ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം. കണ്ടല്ലോ, ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഏത് രീതിയിൽ നിങ്ങൾക്ക് വലുതാക്കണമെങ്കിൽ വലുതാക്കാം, ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം. അതൊക്കെ നിങ്ങളെ ചോയ്സാണ്. ഞാനിപ്പോൾ ഇതിങ്ങനെയാണ് തയ്യാറാക്കുന്നത്. ഇതാ നോക്കിക്കേ, ഇതേമാതിരി എല്ലാം നമുക്ക് ഐസ് ക്യൂബിലോട്ട് ഇതേമാതിരി കോരി വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് നമുക്കൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കണം. അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. വീണ്ടും ഒന്നും കൂടി കാണിച്ചു തരാം. ഇത് കുറച്ച് അകലം വിട്ട് വേണം വയ്ക്കാൻ. കാരണമെന്ന് വെച്ചാൽ ഇത് ചിലപ്പം ഇത് അടുത്ത് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ കുറച്ച് അകലം വിട്ട് വേണം നിങ്ങൾ ഇത് വയ്ക്കാൻ, കുക്കീസ് വയ്ക്കാനായിട്ട്.
എപ്പോൾ കുക്കീസ് ചെയ്താലും കുറച്ച് ട്രേയിൽ അകലം വിട്ട് വേണം നിങ്ങൾ വെക്കാനായിട്ട്. ഇതാ വീണ്ടും ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. ഇതാ നോക്കിക്കേ, ഇതേമാതിരി എല്ലാം കോരി വെച്ചിട്ട് ഞാൻ കിൻഡർ ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. അത് ഞാനിവിടെ ഒടിച്ച് ഇതേപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിലോട്ട് ഒരേ പീസ് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇതാ നോക്കിക്കേ, ഇതേപോലെ ഒരേ പീസ് ഇതിൻ്റെ മുകളിലോട്ട് ഒന്ന് നമുക്ക് വെച്ച് കൊടുക്കാം. ഇതാ എല്ലാം ഇതേപോലെ നമുക്കൊന്ന് തയ്യാറാക്കി എടുക്കാം. ഇതാ നോക്കിക്കേ, ഇതേപോലെ എല്ലാം നമുക്കൊന്ന് തയ്യാറാക്കി വരാം. ഇതുപോലെ എല്ലാം ഞാൻ ട്രേയിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഓവനും ഒന്ന് ചൂടാക്കാൻ ഇട്ടിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഓവനകത്തോട്ട് എടുത്തത് വയ്ക്കാം. കുക്കീസ് ഞാൻ ഓവനിൽ വയ്ക്കാൻ പോവുകയാണ്. 170 ഡിഗ്രി ചൂടും 18 മിനിറ്റുമാണ് ടൈം വയ്ക്കാൻ പോകുന്നത്. ദാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാൻ ഓവനിൽ കുക്കീസ് വെച്ചിട്ടുണ്ട്. ഒരു 18 മിനിറ്റ് ടൈം വേണ്ടി. 170-75 ചൂടിൽ കൂടുതൽ പോകരുത്. കുക്കീസ് നല്ല കളറാക്കിയാണ് എടുക്കേണ്ടിയുള്ളത്. അതുകൊണ്ട് 175 ഡിഗ്രി ചൂടിൽ വെക്കാവൂ. യു ലുക്ക്, ദാ കുക്കീസ് ഞാൻ ഓവനിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഭയങ്കര ചൂട്, നിങ്ങൾ കണ്ടു നോക്കി. കിൻഡർ കുക്കീസാണ്, അടിപൊളിയാണ്. മാഷാ അല്ലാഹ് തബാറക്കത്ത് റഹ്മാൻ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്ത് പ്രശ്നമുണ്ടെങ്കിലും പറയുമ്പോൾ ഞാനത് നിങ്ങൾക്ക് അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, ഈ കുക്കീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, ഈ കിൻഡർ കുക്കീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ഫാമിലികൾക്കും ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്തോടെ തന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.